Hi 10th. So, last class we were discussing about 3 examples questions from chapter triangle. Today we are going to start the exercise. Actually it is exercise 6.2. So you can ask me a question that, so exercise 6.2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയം എക്സസൈസ് 6.1 എവിടെ പോയിരുന്നു, എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അതിൽ ജസ്റ്റ് നമുക്ക് വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചാപ്റ്ററിൻ്റെ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം, നമുക്ക് ഈ ചാപ്റ്ററോട് എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രമുള്ള എക്സസൈസാണ്. നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. സോ നമ്മൾ എക്സസൈസ് 6.2 മുതലാണ് ഈ ചാപ്റ്ററിൻ്റെ ഒഫീഷ്യൽ സ്റ്റാർട്ട്, നമ്മൾ അവിടെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഒന്ന് ഞങ്ങൾക്ക് ഹിൻറ്റ് തന്നിട്ട് ഹോംവർക്കും തരും. ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ആഡ് ചെയ്യാനുള്ള കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 14-15 സ്റ്റുഡൻസിനെ 10th നിന്ന് വിളിച്ചു. നമുക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ കോവിഡ് പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളെ വിളിക്കുന്നത് കൊണ്ട് നമുക്കൊരു വലിയൊരു മാസ് നമ്പറെ കുട്ടികളെ നമുക്ക് വിളിക്കാൻ പറ്റില്ല. കുറച്ച് കുട്ടികളാണ് വിളിക്കുന്നത്. ഞാൻ കുറച്ച് കുട്ടികൾക്ക് ഞാൻ ചാപ്റ്റേഴ്സ് കൊടുത്ത് വെച്ചേക്കാണ്. അവർ അടുത്ത ആഴ്ചകളിലും 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു തുടങ്ങും. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ മുമ്പിൽ വന്ന കുറച്ച് കുട്ടികളോട് ഞാൻ ചുമ്മാ ഞാൻ ചോദിച്ചു, ട്രയാങ്കിൾസ് അല്ല നമ്മൾ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എടുത്ത ചാപ്റ്റർ ട്രയാങ്കിൾസിനെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കണ്ടായി. അപ്പം ചോദിക്കേണ്ട സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം, അവർ ആ വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് കാണുന്നില്ല. അവർ മാത്രമല്ല, നിങ്ങളിൽ പലരും ഇത് പറയുന്നത് തന്നെ എനിക്ക് എത്ര പേര് ഞാൻ പറയുന്നത് തന്നെ കേൾക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. പറയുവാണ് തെയിൽസ് തിയറമൊക്കെ ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതാണ്. പക്ഷേ തെയിൽസ് തിയറം എന്താണെന്ന് ചോദിച്ചപ്പം, എന്താണ് തെയിൽസ് തിയറം അല്ലെങ്കിൽ ഏത് ചാപ്റ്ററാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു 3-5 കുട്ടികൾ എനിക്ക് കാണാനുണ്ടായി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് തെയിൽസ് തിയറം എന്ന് പറഞ്ഞ് എടുത്തു തന്നു. 40 മിനിറ്റിൻ്റെ വീഡിയോ അതിനു വേണ്ടി തന്നെ തന്നു. അതിനുശേഷം പിറ്റേ ദിവസം അത് റിവൈസ് ചെയ്തു. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഞാനതിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഓക്കെ. കാരണം ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈ 4ാമത്തെ വർഷവും അതിന് ഇമ്പോർട്ടൻസ് ചോരാതെയാണ് നിങ്ങളിലോട്ട് ഞാൻ എത്തിക്കുന്നത്, എന്നെ കൊണ്ട് കഴിയുന്നത് വരെ. അപ്പം നിങ്ങളതിന് ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു തിയറം അത് അന്നന്ന് തന്നെ പഠിച്ചു പോയില്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സീരിയസ് ആവുക. ഞാൻ എൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 3 ചാപ്റ്ററിനെ തരുന്നു, അതിൽ നിന്ന് മാത്രമൊന്നുമല്ല ഞാൻ ചോദ്യം ചോദിക്കുക. ഞാൻ ടോട്ടൽ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഞാൻ ചോദിക്കും. എന്ന് വെച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു അഡീഷണൽ പ്രിപ്പറേഷൻ ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരുവിധമൊക്കെ അറിയൂ, അത്യാവശ്യം കാര്യങ്ങൾ അറിയൂ. പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടോ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അത്യാവശ്യം അറിയും. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെ. സോ അതിന് പ്രിപ്പയർ ആയിരുന്നോളൂ. എൻ്റെ മുമ്പിൽ വന്നിട്ട് എന്താ പറയുക, ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ വന്ന കുട്ടികളോട് ചോദിക്കുക എന്തായിരിക്കും റിയാക്ഷൻ. ഓക്കെ, ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, let me just come with me. Okay. ഇപ്പോൾ ഇതിൽ എക്സസൈസ് 6.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ലീവ് ചെയ്യുന്നു വെച്ചാൽ യു ഹാവ് ടു ഡു ഇറ്റ് ആസ് ഹോംവർക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐ വിൽ സോൾവ് ഫോർ യു. ആൻഡ് അത് നോക്കിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് മസ്റ്റായിട്ടും ചെയ്യണം. പ്രൂവ് ദാറ്റ് in figure 6.171 and 2 DE is parallel to BC. ഈ 2 ഫിഗറിലും എന്താണ്, DE എന്ന് പറയുന്ന ലൈൻ ബി സിക്ക് പാരലാണ്. ഇവിടെയും ഡി എന്ന് പറയുന്ന ലൈൻ ബി സിക്ക് പാരലാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഫിഗറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് EC in 1 and AD in second. ഓക്കെ. സെക്കൻഡ് ഫിഗറിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് AD എന്ന് പറയുന്ന സൈഡാണ്. ഫസ്റ്റ് ഫിഗറിൽ ECയും സെക്കൻഡ് ഫിഗറിൽ ADയും. നമ്മൾ AD കണ്ടുപിടിക്കാൻ പോകുന്നു. സെക്കൻഡ് ഫിഗറാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ഐ എം ഗോയിങ് ടു ഡ്രോ ദ സെയിം ഫിഗർ ഹിയർ. സോ ലെറ്റ് മീ ഡ്രോ ദ ഫിഗർ. ഓക്കെ. സോ ദിസ് ഈസ് യുവർ ഫിഗർ. സോ ഇതൊരു 1 മാർക്ക് സെഷനിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ 2 മാർക്ക് സെഷനിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ ADൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഗിവൻ AD, എക്സ് റെപ്രസെൻറ്റ്സ് ADൻ്റെ വാല്യൂ ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ എക്സിന് കൊടുക്കുന്നതിന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് തിയറമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഗിവൺ കണ്ടീഷൻ? സോ ഈ സൈഡ് ഇതാ BD തന്നിട്ടുണ്ട്, AD തന്നിട്ടില്ല, അതിന് ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു. AE തന്നിട്ടുണ്ട്, EC തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, DE is parallel to BC എന്ന് പറഞ്ഞിട്ടുണ്ട്. DE and BC, the side BC and the line D are parallel. So here we can
അപ്ലൈ വിച്ച് തിയറം? തെയിൽസ് തിയറം അല്ലേ. ഒരു ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന തിയറമാണ് തെയിൽസ് തിയറം. സോ അക്കോർഡിംഗ് ടു തെയിൽസ് തിയറം വാട്ട് തെയിൽസ് തിയറം സേസ്, if a line parallel to one side of the triangle, then that line divides the remaining two sides in equal ratio. That means what we can write by Thales theorem, what we can write, the line divides the two sides in equal ratio in the sense AD by BD is equal to AE by EC അല്ലേ. അങ്ങനെ എഴുതി കൂടെ? തെയിൽസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈൻ ഈ രണ്ട് സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമെന്ന് മനസ്സിലാവും. അതായത് AD by DB is equal to AE by EC. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. പണ്ടെങ്ങാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം ഞാൻ പിന്നെ ഇത് പ്ലേ ചെയ്ത് നോക്കുന്നില്ല. എങ്ങനെയാണോ നിങ്ങൾക്കിത് ഷൂട്ട് ചെയ്യുന്നത് അത് അതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാനിത് പ്ലേ ചെയ്ത് നോക്കുന്നില്ല. ഓക്കെ, അപ്ലോഡ് ചെയ്തതിന് ശേഷം. അതുകൊണ്ട് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് കുട്ടികൾ പറയാറുണ്ട്, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത് എന്നോട് പറയണം. എവിടെയെങ്കിലും ക്ലാരിറ്റീൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറയണം. കാരണം ഞാൻ പറഞ്ഞു അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ പ്ലേ ചെയ്ത് നോക്കുന്നില്ല. അത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, ഒരു കുഴപ്പമില്ലാണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, മാക്സിമം ശ്രദ്ധിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അത് പറയണം. ഓക്കെ, സോ അക്കോർഡിംഗ് ടു തെയിൽസ് തിയറം എന്താണ്, ഒരു ലൈൻ ഇതിന് സൈഡിന് പാരലാണെങ്കിൽ ആ ലൈൻ രണ്ട് സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, AD by DB is equal to AE by EC. അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ADക്ക് നമ്മൾ X എന്ന് കൊടുത്തു, BDക്ക് നമ്മൾ 7.2 എന്ന് കൊടുക്കും. ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യനാണിത്. ഇതിന് നമുക്കൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നില്ല. ഇനി ജസ്റ്റ് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്ത് വരും, X into 5.4 is equal to 1.8 into 7.2. നിങ്ങൾക്കറിയാം ബൈ ദ റിലേഷൻ വാട്ട് ഇഫ് A by B is equal to C by D then AD is equal to BC എന്നുള്ള റിലേഷനാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് വരും, X കണ്ടുപിടിക്കാം. X അവിടെ നിർത്തുക, 5.4 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുകഴിഞ്ഞാൽ 1.2 into 7.2 1.8 into 7.2 ഡിവൈഡ് ബൈ 5.4. ഇനി നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ക്യാൻസലേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ചെയ്യുക? ഓക്കെ, ഈ 1.8ൻ്റെ 3 ടൈംസ് ആണ് 5.4. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. 1.8ൻ്റെ 3 എന്ന് ചെയ്തേക്ക്, 5.4 കിട്ടുന്നത്. അപ്പം അതൊക്കെ നമുക്ക് 18ൻ്റെ 3 ടൈംസ് ആണ് 54 എന്നുള്ളൊരു അറിവിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. സോ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് 3 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ 3ഉം 7.2 കൂടെ ക്യാൻസൽ ചെയ്ത് എന്ത് വരും, ഇൻ 3 how many 3 1 in 7 how many 3 2 3 6 റിമൈൻഡർ is 1. ആ 1ഉം 2ഉം കൂടെ 12 ആവും. 12ൽ എത്ര 3 4. So answer is 2.4. We got the value of X as what, 2.4. This is the answer for the question. Okay. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ എം ലീവിങ് as homework. You have to do it as homework. First sub question. Second sub questions homework കഴിച്ച് ചെയ്തോളാം. സെക്കൻഡും തേർഡും ഞാൻ ചെയ്യാൻ പോകുന്നു. എന്താണ് ക്വസ്റ്റ്യൻ അർത്ഥം? E and F are the points on the sides PQ and PR respectively of a triangle PQR. For each of the following case state whether EF is parallel to QR or not. അതായത് ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ EFഉം QRഉം പാരലാണോ എന്ന് ചെക്ക് ചെയ്യണം. എളുപ്പമാണ്. ചിലപ്പോൾ ഒറ്റ വായിക്കണേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണ് ക്വസ്റ്റ്യൻ അർത്ഥം എന്ന്. ഓക്കെ, നമ്മൾ ഇതാണ് ഇതിൻ്റെ അർത്ഥം. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ചിരിക്കാൻ പറയട്ടെ. സെക്കൻഡ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ വിവരങ്ങൾ തന്നിരിക്കുന്നതാണ്. നമ്മൾ ഫിഗർ തന്നിട്ടുള്ള ഫിഗർ സ്വന്തമായിട്ട് വരയ്ക്കണം. ഫിഗർ എങ്ങനെ സ്വന്തമായിട്ട് വരയ്ക്കുക? ഒരു ട്രയാങ്കിൾ PQR പറയുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് ഫിഗർ വരയ്ക്കണം. ഫിഗർ വരയ്ക്കാൻ നിങ്ങൾ മെയിൻ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? E and F are points on the sides PQ and PR respectively of a triangle PQR. അപ്പോൾ ഒരു ട്രയാങ്കിൾ PQR ഉണ്ട്, വരയ്ക്കുക PQR. പിന്നെ എന്താണ് പറയുന്നത്? ഇയും എഫും എവിടെയൊക്കെയാണ്? PQയിലും PRയിലും. PQയിൽ ഇയും അടയാളപ്പെടുത്തുക, PRയിൽ എന്താ അടയാളപ്പെടുത്തുക? എഫും അടയാളപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ EF വൃത്തിയായി ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കേണ്ടത് EFഉം QRഉം പാരലാണോ എന്ന് അല്ലേ. ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് സ്റ്റേറ്റ് വെദർ EF പാരലൽ ടു QR എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല EFഉം QRഉം പാരലാണോ എന്ന്. നിങ്ങളത് കണ്ടെത്തണം. EFഉം QRഉം പാരലാകാം, അല്ലാതിരിക്കാം. നിങ്ങൾ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളത് കണ്ടെത്തണം EFഉം QRഉം പാരലാണോ അല്ലയോ എന്ന്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഓരോ സബ് ക്വസ്റ്റ്യനും തന്നേക്കുന്നത്. ചിലപ്പം ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിലെ ഇൻഫർമേഷൻ അനുസരിച്ച് ചിലപ്പം പാരലാവാം, ആവാതിരിക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് ചിലപ്പം പാരലാവാം, ആവാതിരിക്കാം. തേർഡ് സബ് ക്വസ്റ്റ്യൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് ചിലപ്പം പാരലാവാം, ആവാതിരിക്കാം. അങ്ങനെ 3 സബ് ക്വസ്റ്റ്യനിലും 3 ടൈപ്പ് ഓഫ് ഇൻഫർമേഷനാണ് തന്നേക്കുന്നത്. ആ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ
ഇ എഫും ക്യു ആറും പാരലാണോ എന്ന് കണ്ടെത്തണം. ഉദാഹരണത്തിന് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇ എഫും ക്യു ആറും പാരലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഫർമേഷൻസാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. എന്താണ്? പി എത്രയാണെന്ന് തന്നിട്ടുണ്ട് 4. തന്നിരിക്കുന്ന ഇൻഫർമേഷനൊക്കെ ഞാൻ പിക്ചറിൽ അടയാളപ്പെടുന്നു. പി എഫ് എത്രയാണെന്ന് തന്നിരിക്കുന്നത് 8. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ക്യു ടു ഇ, അതായത് ക്യു ഇ ആണ് തന്നിരിക്കുന്നത് എന്താണ് 4.5. ഇനി എന്താണ് തന്നിരിക്കുന്നത്? ആർ എഫ് ആണ് തന്നിരിക്കുന്നത് 9. ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് വെദർ ഇ എഫ് ഈസ് പാരലൽ ടു ക്യു ആർ ഓർ നോട്ട്. ഇ എഫും ക്യു ആറും പാരലാണെങ്കിൽ ഇതും ഈ ലൈനും പാരലായിരുന്നെങ്കിൽ, ആദ്യമേ പാരലാണെന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് ഏത് തിയറമാണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുക? സപ്പോസ് ഈ ലൈനും പാരലായിരുന്നെങ്കിൽ, ആദ്യമേ പാരലായിരുന്നെങ്കിൽ നമുക്ക് തേൽസീറ ഉപയോഗിക്കാമായിരുന്നെങ്കിൽ മാത്രം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടത്. പക്ഷേ ഇവിടെ തേൽസീറ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതും പാരലാണെന്ന് നോക്കുക വേണ്ടേ? ആണെന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് തേൽസീറ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഏത് തിയറായിരിക്കും ഉപയോഗിക്കാൻ പറ്റുക? കൺവേഴ്സ് ഓഫ് തേൽസീറം. കൺവേഴ്സ് ഓഫ് തേൽസീറ എങ്ങനെയാണ് പറയുന്നത്? എന്താ പറയുന്നത്? ഈ ലൈൻ കൺവേഴ്സ് ഓഫ് തേൽസീറ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായല്ലോ. കാരണം ഇതും പാരലാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തേൽസീറം പറ്റില്ല. ഇനി ഉപയോഗിക്കുന്ന മറ്റൊരു ഓപ്ഷൻ കൺവേഴ്സ് ഓഫ് തേൽസീറാണ്. കൺവേഴ്സ് ഓഫ് തേൽസീറം എന്താണ് പറയുന്നത്? ഈ ലൈൻ ഈ സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈനും ഈ സൈഡും പാരലായിരിക്കും. എന്താണ് കൺവേഴ്സ് ഓഫ് തേൽസീറം പറയുന്നത്? ഇഫ് ദിസ് ലൈൻ divides these two sides in equal ratio, then we can say that this line and this side are parallel. അപ്പോൾ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇ എഫും ക്യു ആറും പാരലാണോ എന്ന് നോക്കണമെങ്കിൽ എന്ത് ഉപയോഗിച്ചാൽ മതി? കൺവേഴ്സ് ഓഫ് തേൽസീറം ഉപയോഗിച്ചുകൊണ്ട് ഈ ലൈൻ ഈ സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇതും പാരലാണ്, ഇല്ലെങ്കിൽ പാരലല്ല. ഓക്കെ. അപ്പം ഈ ലൈൻ ഇതിനെയും ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കാൻ ആദ്യം ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയ പി ഇ ബൈ ഇ ക്യൂവും, അല്ലേ? പി ഇ ബൈ ഇ ക്യൂ ആണല്ലോ ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ. പിന്നെ ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയ എന്ത്? പി എഫ് ബൈ എഫ് ആറും. പി എഫ് ബൈ എഫ് ആറും സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇത് ഈക്വൽ ആവുന്നുണ്ടോ നോക്കുക. ഇവിടെ എന്താ വരിക? 4/4.5, അല്ലേ? പി യു ബൈ ഇ ക്യൂ എന്ന് പറഞ്ഞാൽ 4/4.5 ആണ്. മനസ്സിലാവുന്നുണ്ട്? 4/4.5 എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാം? പല രീതിയിൽ ചെയ്യാം, പല ഓപ്ഷൻസ് ഉണ്ട് ചെയ്യാൻ. ഇപ്പോൾ ഞാനെങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, താഴെ ഒരു ഡെസിമൽ പൊസിഷൻ ഉണ്ട്, മുകളിലോട്ട് ഡെസിമൽ പൊസിഷൻ ഇല്ല താനും. അപ്പോൾ ഞാൻ താഴത്തെ ഡെസിമൽ പൊസിഷൻ ഒഴിവാക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട്. കാരണം ഇവിടെ ഒറ്റ ഡെസിമൽ പൊസിഷനേ ഉള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുകൊണ്ട് മുകളിലും 10 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആൻസർ ഈസ് 40/45. 4.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പോയിന്റ് ഇങ്ങോട്ട് പോകും, അത് 45 ആവും. മുകളിൽ 4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 40 ആവും. താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് മുകളിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. 40/45നെ നിങ്ങൾക്ക് 5 വെച്ച് റെഡ്യൂസ് ചെയ്താൽ എത്ര കിട്ടും? 8/9. സോ 8/9 ഇത് സിംപ്ലിഫൈഡ് ഫോമാണ്. ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പി എഫ് ബൈ എഫ് ആറും ചെയ്യാം. പി എഫ് ബൈ എഫ് ആർ ഡയറക്റ്റ്ലി വളരെ തന്നിട്ടുണ്ട്. പി എഫ് 8ഉം എഫ് ആർ 9, 8/9 തന്നെയാണ്. ഇതിന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടും മാച്ചായില്ലേ? അതായത് ഈ ലൈൻ ഇതിനെയും ഈക്വൽ റേഷ്യോയിലല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഇംപ്ലൈസ് വാട്ട് വി ക്യാൻ സേ ഇ എഫ് ഷുഡ് പാരലൽ ടു ക്യു ആർ. ഇൻ ബ്രാക്കറ്റ് വി ക്യാൻ റൈറ്റ് ദ റീസൺ ബിക്കോസ് ഇ എഫ് ഡിവൈഡ്സ് പി ക്യു ആൻഡ് പി ആർ ഇൻ ഈക്വൽ റേഷ്യോ. അപ്പോൾ നമ്മളിവിടെ കൺവേഴ്സ് ഓഫ് തേൽസീറമാണ് അപ്ലൈ ചെയ്തത്. അത് ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കി, ഉണ്ടെങ്കിൽ അത് പാരലാണ് എന്ന് പറയുന്നതാണ് കൺവേഴ്സ് ഓഫ് തേൽസീറം. സോ ദിസ് ഈസ് ബൈ കൺവേഴ്സ് ഓഫ് തേൽസീറം. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് നോ? ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് തേൽസീറത്തിൻ്റെയും കൺവേഴ്സ് ഓഫ് തേൽസീറത്തിൻ്റെയും ഡിഫറെൻറ്റ് അപ്രോച്ചസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേയിലുള്ള ഒരു സോൾവിങ് മെത്തേഡുകളാണിത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 1 മാർക്ക് 2 മാർക്ക് സെഷനിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 3 മാർക്കിലോട്ടും 4 മാർക്കിലോട്ടും എന്തായാലും ഇത് കൂട്ട് ക്വസ്റ്റ്യൻസ് വരില്ല. ഓക്കെ. സോ ദിസ് ഈസ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ. അത് പാരലാണ്. അതുകൊണ്ട് ഈഫും ക്യൂ ആറും പാരലാണ്. ഈ തന്നിരിക്കുന്ന കേസ് അനുസരിച്ച് ഇത് പാരലാണ്. ഇനി തേർഡ് സബ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. ഓക്കെ. നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നാണ്. അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ഈ കാണുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും കുട്ടികൾക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ ഡിപ്പെൻഡ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് കോപ്പി അടിക്കാനല്ല ഇത് കാണിച്ചു തരുന്നത്. ഞാൻ നിങ്ങളെ വിശ്വസിക്കാമെന്ന് പറയുന്നതാണ് എൻ്റെ ഓപ്ഷൻ. അപ്പോൾ നിങ്ങളിനി അത് കൺഫ്യൂഷൻ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. നിങ്ങൾ ചെയ്ത ആൻസർ കമ്പയർ ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്തപ്പം റേഷ്യോ ഈക്വലായിട്ട് വന്നില്ല. രണ്ടിൻ്റെയും അത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ, ആ ലൈൻ രണ്ട് സൈഡിനെയും ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാരൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ രണ്ട് ഡിഫറൻ്റ് ആണ് കിട്ടിയത്, അതുകൊണ്ട് പാരലല്ല.
EF is not parallel to QR. പക്ഷേ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നമുക്ക് റേഷ്യോ ഈക്വൽ ആയത് വന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്തത്, ഇപ്പോൾ കൺക്ലൂഡ് ചെയ്തത്. ഇനി തേർഡ് സബ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു നമ്മൾ. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ, സോ തേർഡ് സബ് ക്വസ്റ്റ്യനും സെയിം ഫിഗർ തന്നെയാണ്, സെയിം ഫിഗർ സെയിം സിറ്റുവേഷൻ. പക്ഷേ അതിൽ അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് ഇതാണ്. ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് EFഉം QRഉം പാരലാണോ നോക്കണം. അപ്പോഴും ഈ നേരത്തെ അപ്ലൈ ചെയ്താണ് കൺവേഴ്സ് ഓഫ് സ്റ്റേറ്റ് തിയറം. ഇങ്ങനെ ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡും ഇങ്ങനെ ഈ സൈഡിനെയും ക്രോസ് ചെയ്ത് വരയ്ക്കുന്ന ലൈനും പാരലാണോ എന്ന് നോക്കേണ്ട എവിടെയൊക്കെ സന്ദർഭത്തിലും കൺവേഴ്സ് ഓഫ് സ്റ്റേറ്റ് തിയറം അപ്ലൈ ചെയ്യുക. അതായത് ഈക്വൽ റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് നോക്കുക, അത് തന്നെ. ഇനി കൂടുതൽ അതിൽ വർത്താനമൊന്നുമില്ല. സോ PQ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 1.28. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, PQ എന്ന് പറഞ്ഞാൽ എന്താണ്? P മുതൽ Q വരെയാണ് 1.28. ഓക്കെ, നമ്മൾ ശരിക്കും ഈക്വൽ റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് നോക്കണമെങ്കിൽ നമുക്ക് PEയും EQവും PFഉം FRഉം കിട്ടിയേ പറ്റൂ. പക്ഷേ ഇവിടെ PEയും EQവും അല്ല തന്നേക്കുന്നത്, അതിന് പകരം PQ ടോട്ടലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഞാനത് അവിടെ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നില്ല, അവിടെ നിൽക്കട്ടെ. PR = 2.56 എന്ന് പറയുന്നുണ്ട്. ഇതാ P മുതൽ R വരെയുള്ള ടോട്ടലാണ് ഇവിടെയും തന്നേക്കുന്നത്. ഇനി അടുത്ത് വായിച്ചു നോക്കി, PE = 0.18. ഇതാ P മുതൽ E വരെ ഉള്ളത് തന്നിട്ടുണ്ട് കേട്ടോ. അവർ എത്രയാണത്? 0.18. അടുത്തെന്താ? PF തന്നിട്ടുണ്ട്. ഇതാ P മുതൽ F വരെ വന്നിട്ടുണ്ട് 0.36. അങ്ങനെയാണെങ്കിൽ EQ എത്രയായിരിക്കും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? P മുതൽ Q വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഗിവൺ എന്താണ്? 1.28. പിന്നെ P സെപ്പറേറ്റ് തന്നിട്ടുണ്ട് 0.18 എന്ന്. അപ്പോൾ ടോട്ടലിൽ നിന്ന് ഇത്രയും സബ്ട്രാക്ട് ചെയ്താൽ ഇത്രയും കിട്ടില്ലേ? അതായത് ടോട്ടലായ 1.28 നിന്ന് 0.18 സബ്ട്രാക്ട് ചെയ്താൽ EQ കിട്ടണ്ടേ? ടോട്ടലും തന്നിട്ടുണ്ട്, ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ ടോട്ടലിൽ നിന്ന് ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അത് 1.28 നിന്ന് 0.18 സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, 1.28 നിന്ന് 0.18 സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ഷനൊക്കെ നിങ്ങൾക്ക് ഡെസിമൽ നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷനൊക്കെ നിങ്ങൾ വളരെ വൃത്തിയായി ചെയ്യണം, അറിയില്ലെങ്കിൽ ചോദിക്കുക. സോ എത്രയാണ് കിട്ടുക? നമുക്ക് 1.1 ആണ് കിട്ടുക. 1.1. ഇനി നിങ്ങൾ FR എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? സിമിലർലി നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, വേണ്ട. സോ PR തന്നിട്ടുണ്ട് 2.56. അതിൽ നിന്നും PF തന്നിരിക്കുന്ന PF 0.36 സബ്ട്രാക്ട് ചെയ്യുക, 2.2 ആണ് കിട്ടുക. 2.2 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, റേഷ്യോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമെന്ന് പോസ് അടിച്ചിട്ട്, എന്നിട്ട് ശരിയാണോ നോക്കാമല്ലോ. ഓക്കെ, പോസ് അടിച്ചോളൂ. ഓക്കെ, നിങ്ങൾ പോസ് അടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലൈൻ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും ഈ ലൈൻ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അത് ഈക്വലാണെന്ന് നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 0.18/1.1 ആണ് വരിക. ഇവിടെയാണെങ്കിൽ 0.36/2.2 ആണ് വരിക. നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എത്ര ഡെസിമൽ പൊസിഷൻ ഉണ്ട്? 2. ഇതൊക്കെ ഓരോന്നും ഓരോരോ സിംപ്ലിഫിക്കേഷൻ കോൺസെപ്റ്റാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇതൊന്നും എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് തരുന്ന ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന സോഴ്സാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ. അതപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടേ പറ്റുള്ളൂ. 0.18/1.1 എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര ഡെസിമൽ പൊസിഷൻ ഉണ്ട്? 2. ഇവിടെ എത്രയുണ്ട്? 1 ഡെസിമൽ പൊസിഷൻ, ഇവിടെ 2 ഡെസിമൽ പൊസിഷൻ. അപ്പോൾ ഇതിൽ ഡെസിമൽ പൊസിഷൻ കൂടിയ ഭാഗം ഏതാ? ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ? ന്യൂമറേറ്റർ. കാരണം എന്താ? അവിടെ 2 ഡെസിമൽ പൊസിഷൻ ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ കൂടുതലുള്ള ഭാഗം സെലക്ട് ചെയ്യുക. കൂടുതലുള്ളത് ന്യൂമറേറ്ററാണ്. ന്യൂമറേറ്ററിലെ ഡെസിമൽ പൊസിഷൻ ഒഴിവാകണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട്. കാരണം 2 ഡെസിമൽ പൊസിഷൻ ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താണോ നിങ്ങൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തത് അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഉദാഹരണത്തിന് ഡിനോമിനേറ്ററിലാണ് 2 ഡെസിമൽ പൊസിഷൻ, ന്യൂമറേറ്ററിൽ 1 ഉള്ളെങ്കിൽ ഡിനോമിനേറ്ററിന് അപ്പം മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ നമ്പർ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. 1.1 ഡിവൈഡ് ബൈ 0.18 ആയെന്ന് വിചാരിക്കുക. സപ്പോസ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ കൂടുതൽ ഡെസിമൽ പൊസിഷനുള്ള ഭാഗം ഏതാ? ഡിനോമിനേറ്റർ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? ഡെസിമൽ പൊസിഷൻ കൂടുതൽ ഡെസിമൽ പൊസിഷനുള്ള ഭാഗത്ത് അതെവിടെയാണെങ്കിലും ആ ഭാഗത്ത് ഡെസിമൽ ഒഴിവാവാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ഡെസിമൽ പൊസിഷൻ ഉള്ളത്. ഇവിടെ ഡെസിമൽ പൊസിഷൻ ഒഴിവാവാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ന്യൂമറേറ്ററിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ് റൂള്? കൂടുതൽ ഡെസിമൽ പൊസിഷൻ എവിടെയാണോ അവിടെ ഡെസിമൽ പൊസിഷൻ ഒഴിവാവാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ആലോചിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് മനസ്സിലായല്ലോ ഇത്. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് ഇവിടെ കൂടുതൽ ഡെസിമൽ പൊസിഷൻ, അവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഡെസിമൽ പൊസിഷൻ ഒഴിവാകാൻ. അതുകൊണ്ട് ന്യൂമറേറ്ററിലും 100 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 100 എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുക? എവിടെയാണോ കൂടുതൽ ഡെസിമൽ പൊസിഷൻ ഉള്ളത് നോക്കുക. സപ്പോസ് ഇവിടെ 3 ഡെസിമൽ പൊസിഷൻ ആണെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട വന്നേനെ.
അപ്പോൾ ഇവിടെ ഡെസിമൽ പൊസിഷൻ കൂടുതൽ ന്യൂമറേറ്ററിലാണ്. അപ്പോൾ അവിടെ ഡെസിമൽ പൊസിഷൻ ഒഴിവാകാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഡിനോമിനേറ്ററിലും 100 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായി 0.18 × 100 എന്ന് വെച്ചാൽ 18 ആയി. കാരണം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 പൊസിഷൻ റൈറ്റിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇനി 1.1 × 100നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പൊസിഷൻ റൈറ്റിലോട്ട് പോകണമല്ലോ. അപ്പം 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 2 പൊസിഷൻ റൈറ്റിലോട്ട് പോകണം. അപ്പോൾ ഒരു പൊസിഷൻ പോകുമ്പോൾ തന്നെ ഇവിടെ എത്തി 11 ആയി അല്ലേ. അപ്പോൾ ഒറ്റ പൊസിഷനേ പോയിട്ടുള്ളൂ, ഇനി ഒന്നും കൂടെ പോകണ്ടേ. അപ്പോൾ ഒരു 0 ചെയ്യുക. അപ്പം 18/110 എന്നിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് നോ. എനിക്ക് തോന്നുന്നു റെഡ്യൂസ് ചെയ്യാൻ 9 കൊണ്ടാണ് 2 കൊണ്ടാണ് പറ്റുള്ളൂ എന്ന് തോന്നുന്നു. സോ 9/55 ആണ് വരിക 2 കൊണ്ട് റെഡ്യൂസ് ചെയ്താൽ. പിന്നെ ഡിനോമിനേറ്റർ അതുപോലെ ചെയ്യുക. നിങ്ങളിപ്പം ഇവിടെയാണ് കൂടുതൽ ഡെസിമൽ പൊസിഷൻ ഉള്ളത്, അതുകൊണ്ട് ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ താഴെ 100 ഉണ്ട്. അപ്പം ഇങ്ങനെ 36/220 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക നിങ്ങളിപ്പം ഇതിൽ നമുക്കൊരു ഇതിന് 4 വെച്ച് നമുക്ക് 4 വെച്ച് റെഡ്യൂസ് ചെയ്യാം. സോ 9/420 റിമൈൻഡർ 4, അപ്പോൾ 9/55 കിട്ടും. നോക്കി ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടുത്തെ റേഷ്യം അപ്പോൾ ഈ സിംപ്ലിഫിക്കേഷൻ വളരെ റോളുണ്ട്, എങ്കിലേ നമുക്ക് റേഷ്യോ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. നന്നായി ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എത്തിക്കണം രണ്ടും. അപ്പോൾ രണ്ടും ഈക്വലാണ്. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എന്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം? ദാറ്റ് ഇംപ്ലൈസ് സിൻസ് EF ഈസ് ഡിവൈഡിങ് PQ and PR in equal ratio, we can conclude that EF is parallel to what? So this is the answer for the question. You might have understood, no? So this is the method you can use. I think it is clear. So now we are going to discuss third question. You can read the question. ഇങ്ങനെ ഒരു ഫിഗറാണ് തന്നേക്കുന്നത്. ഈ ഫിഗറിൽ 2 കാര്യങ്ങൾ ഗിവൺ ആണ്. എന്തൊക്കെ? LM is parallel to CB. Once again we are going to discuss about third question now. In third question figure is given already figure is given. So ആ ഒരു കടമ നമ്മുടെ ഇല്ല, അവിടെ ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ആ ഫിഗറിൽ തന്നിരിക്കുന്ന ഗിവൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഗിവൺ കാര്യങ്ങൾ ഏതൊക്കെയാണ്? LM is parallel to CB എന്ന് വെച്ചാൽ എന്താ? ഇതാണ് LM, ഇതാണ് CB, അത് രണ്ടും പാരലാണ്. ദാറ്റ് മീൻസ് LM is parallel to CB. LM ഉം CB യും പാരലാണ്. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? LN is parallel to CD എന്ന് വെച്ചാൽ എന്താ? LN ഏതാ? അതായത് ഇതാണ് LN, ആ ലൈനും CD എന്ന് പറയുന്ന ലൈനും പാരലാണ്. ഇനി നിങ്ങൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ ഒരൊറ്റ കാര്യമേ തന്നിട്ടുള്ളൂ, ഇതും പാരലാണ്, ഇതും പാരലാണ്. ഇനി അതിൽ നിന്നും AM/AB AM/AB ഈസ് ഈക്വൽ ടു AN/AD എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളൊരു ബിഗ് കൺഫ്യൂഷനിലോട്ട് പോകും. അതായത് പ്രൂവ് ചെയ്യേണ്ട ഭാഗം മാത്രം നിങ്ങൾ നോക്കുമ്പം, അല്ലെങ്കിൽ ഇതിലോട്ട് പ്രൂവ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പം പല കുട്ടികളുടെയും ബോധം പോകും. ഇത് എങ്ങനെയാണ് ഇതിപ്പോൾ പ്രൂവ് ചെയ്യുക? AM/AB ഇങ്ങനെ കുറേ റേഷ്യോ ഒക്കെ കാണുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് പ്രാന്താ. പക്ഷെ നമുക്കിവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ചാപ്റ്ററിൽ എന്ന് പറയുന്നത്, ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞ ജിയോമെട്രിക്കൽ ചാപ്റ്ററാണ്. നമുക്കൊരു സർഫസ് ഏരിയൻ വോളിയൂംസ് പഠിച്ചതോ പോലെയോ, അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി പഠിച്ചതുപോലെയോ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി പഠിച്ചതുപോലെയോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചതുപോലെയോ ഒന്നും നമ്മളൊക്കെ ഒരു വലിയൊരു റോൾ ഈ ചാപ്റ്ററിൽ ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രീഡം നമുക്ക് ഉപയോഗിക്കാൻ ഈ ചാപ്റ്ററിൽ പറ്റില്ല. ഫ്രീഡം ഉപയോഗിക്കാം അത്യാവശ്യത്തിന്, ഒരുപാടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഈ ചാപ്റ്ററിലെ സ്റ്റാർ ഐക്കൺ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റാണ്. അത് നമ്മളൊന്ന് ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോറടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബോറടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് നഷ്ടപ്പെടും. കാരണം ഈ ചാപ്റ്റർ നിങ്ങൾ നല്ലതുപോലെ കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും നല്ലതുപോലെ, അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. തിയറംസൊക്കെ ഈ ചാപ്റ്ററിൽ തന്നെയായിരിക്കും ചോദിക്കുക, മിക്ക തിയറംസും. പിന്നെ ജോമെട്രിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചാപ്റ്ററിൽ സെലക്ട് ചെയ്യും. കാരണം ഈ ചാപ്റ്ററിന് ബോർഡുകാർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഗ്രാസ്പ് ചെയ്തോളാം, ഒരിക്കലും ബൈഹാർട്ട് ചെയ്തരുത്. നിങ്ങൾ വിചാരിക്കും സാറ് പറഞ്ഞു ജോമെട്രിക്കൽ ചാപ്റ്റർ അല്ലേ, ഇതേ ക്വസ്റ്റ്യൻസ് അങ്ങ് ചോദിക്കുമെന്ന് വിചാരിച്ച് ബൈഹാർട്ട് ചെയ്തത്. ഇതേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറഞ്ഞ് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ബൈഹാർട്ട് പഠിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച്. ഈ ചാപ്റ്ററിൽ നിറയെ എക്സസൈസ് ഉണ്ട്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. അപ്പം ബൈഹാർട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ബോർഡ് എക്സാമിന് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കിട്ടില്ല. തിയറംസ് ഒന്നും ഒരു നിവർത്തിയില്ലെങ്കിൽ ബൈഹാർട്ട് പഠിക്കുക, ഒരു നിവർത്തിയില്ലെങ്കിൽ. പക്ഷേ പ്രോബ്ലംസ് ബൈഹാർട്ട് പഠിക്കരുത്. അതിന് ഒരു മെച്ചവും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് കിട്ടില്ല. 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം. പ്രോബ്ലംസ് നിങ്ങൾ, അതായത് ഈ പോയിക്കൊണ്ടിരിക്കുന്ന പ്രോബ്ലംസൊക്കെ ബൈഹാർട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു മെച്ചവും ബോർഡ് എക്സാമിന് ഉണ്ടാവില്ല. ബോർഡ് എക്സാമിന് ബൈഹാർട്ട് ഇത്
അറ്റ്ലീസ്റ്റ് പ്രോബ്ലംസ് എങ്കിലും ബൈ ഹാർട്ട് പഠിക്കാതിരിക്കുക. ഇപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു ടു പ്രൂവിലോട്ട് നോക്കുമ്പോൾ ഒരു കുറേ റേഷ്യോ എന്താണത് നിങ്ങൾക്ക് സംശയം വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു കൺഫ്യൂഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ഗിവൺ ആ ഫിഗർ നന്നായിട്ടൊന്ന് ഒബ്സേർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പല പല കാര്യങ്ങളും കത്തും തലയിൽ. നമുക്ക് നോക്കി നോക്കിയാലോ. പ്രൂവ് ചെയ്യാനുള്ള ഭാഗത്തോട്ട് ഇപ്പോൾ നോക്കണ്ട, ഫിഗറിലോട്ട് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ തന്നെ പറയും. ഷാൾ വി കം വിത്ത് മീ? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതൽ കൺഫ്യൂഷനോട്ട് പോകാണ്ട് നമ്മൾ വളരെ സിമ്പിളാക്കി ഈ ക്വസ്റ്റിന്. നിങ്ങൾ ഈ 2 ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം. ഇതൊരു ട്രയാങ്കിള്, പിന്നെ ഇവിടെ ഒരു ട്രയാങ്കിൾ. നിങ്ങൾക്ക് മേജറായിട്ടുള്ള 2 ട്രയാങ്കിൾ കാണാം. അതിൽ നിങ്ങൾ ഈ 2ാമത്തെ ട്രയാങ്കിൾ നിങ്ങളങ്ങ് ഇപ്പം മറന്നു തൽക്കാലം നിങ്ങളുടെ മനസ്സിൽ നിന്നും മെല്ലെ 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 മായ്ച്ചു കളയും. അതിന് മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ ബുദ്ധിമുട്ടാണെന്നൊന്നും പറയരുത്, അതിന് മായ്ച്ചു കളഞ്ഞു നമ്മൾ. ഓക്കെ, അതവിടെ ഇല്ലയെന്ന് വിചാരിക്കാം. ഇനി ആദ്യത്തെ ട്രയാങ്കിൾ മാത്രം, അതായത് ഈ കാണുന്ന ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ ABC. ഓക്കെ, ABC ഈ വലിയ ട്രയാങ്കിൾ നോക്കാം. ABC ഈ ട്രയാങ്കിളിൽ ഗിവൺ തന്നിരിക്കുന്നത് എന്താണ്? ഈ ലൈനും പാരലാണെന്നാണ് തന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ട്രയാങ്കിൾ ABC ആണ്. ആ ട്രയാങ്കിളിൽ ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താ? ആ ട്രയാങ്കിളിലെ ഈ സൈഡിനെയും ക്രോസ് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈനാണിത്. അത് ഈ ട്രയാങ്കിളിലെ ഒരു സൈഡായ BCക്ക് പാരലാണെന്ന് പറയുമ്പം ഈ ട്രയാങ്കിളിൽ എന്ത് തിയറം അപ്ലൈ ചെയ്യാം? ഹൂ ക്യാൻ സേ? യെസ്, യു ആർ റൈറ്റ്, തെയിൽസ് തിയറം പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിളിൽ ഉള്ള ഏതെങ്കിലും ഒരു സൈഡിന്, ഐ റിപ്പീറ്റ്, ഒരു ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു സൈഡിന് പാരലായിട്ടുള്ള ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ക്യാൻ യു അപ്ലൈ തെയിൽസ് തിയറം ഇൻ ദിസ് ട്രയാങ്കിൾ? യെസ്, ഓഫ് കോഴ്സ് യു ക്യാൻ അപ്ലൈ. അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. തെയിൽസ് തിയറം അപ്ലൈ ചെയ്തിട്ട് എന്താ എഴുതുക? എങ്ങനെയാണ് തെയിൽസ് തിയറം പറയുന്നത്? എന്താണ് തെയിൽസ് തിയറം പറയുന്നത്? ഇഫ് എ ലൈൻ പാരലൽ ടു വൺ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. അതെ, ഇവിടെ അത് ശരിയാണ്. ഈ ലൈൻ ദ ട്രയാങ്കിളിൽ ഒരു സൈഡായ BCക്ക് പാരലായി വരുന്നുണ്ട്. അതുകൊണ്ട് there we can apply Thales theorem. By Thales theorem, if a line is parallel to one side of the triangle, then that line divides the remaining 2 sides in equal ratio. അതായത് ഈ ലൈൻ കടന്നു പോകുന്ന ഈ സൈഡിനെയും ആ ലൈൻ ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും എന്നുള്ള തിയറം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെയും Thales theorem അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ സിമിലർലി സെക്കൻഡ് ട്രയാങ്കിളിൽ നിങ്ങൾക്ക് Thales theorem അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവുന്നു. ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിൾ Thales theorem അപ്ലൈ ചെയ്യാം. യെസ്, സോ ബൈ അപ്ലൈയിങ് Thales theorem ഇൻ ട്രയാങ്കിൾ ABC ചെയ്യാൻ പോവാണ് കേട്ടോ. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നമ്മൾ Thales theorem അപ്ലൈ ചെയ്യുമ്പോൾ കാരണം എന്താണ്? അവിടെ LM പാരലൽ ടു BC ആയതുകൊണ്ട് മാത്രം. ഓക്കെ, സോ അപ്ലൈയിങ് Thales theorem ഇൻ ട്രയാങ്കിൾ ABC. എന്താണ് Thales theorem പറയുന്നത്? ഇഫ് എ ലൈൻ പാരലൽ ടു വൺ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ദെൻ ദാറ്റ് ലൈൻ ഡിവൈഡ്സ് ദ റിമൈനിങ് 2 sides ഇൻ ഈക്വൽ റേഷ്യോ. അതായത് ഇവിടെ ആ ലൈൻ കടന്നു പോകുന്ന സൈഡായിട്ടുള്ള ACനെയും ABനെയും അത് ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. കാരണം ആ ലൈൻ ആ ട്രയാങ്കിളിൻ്റെ സൈഡായ BCക്ക് പാരലാണ്, അതുകൊണ്ട് മാത്രം. അതുകൊണ്ടാണ് ആ റേഷ്യോ ഒന്ന് എഴുതിക്കുക. നിങ്ങൾ ഒന്ന് റേഷ്യോ എഴുതിക്കുക. AL/LC ഷുഡ് ബി ഈക്വൽ ടു AM/MB. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്. AL/LC ഷുഡ് ബി ഈക്വൽ ടു AM/MB. ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഇക്വേഷൻ. എനി പ്രോബ്ലം? നോ, ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ട്രയാങ്കിൾ മറന്നുകളാം. ഈ മുകളിൽ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ മറന്നുകളാം. ട്രയാങ്കിൾ ADC കൺസിഡർ ചെയ്ത് നിങ്ങൾ ആ ട്രയാങ്കിളിലുള്ള പ്രത്യേകത എന്താ? ആ ട്രയാങ്കിളിലെ സൈഡായ DCക്ക് പാരലാണ് LN, ഓൾറെഡി പാരലാണ്. അങ്ങനെയുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ നിങ്ങൾക്ക് Thales theorem അപ്ലൈ ചെയ്തൂടെ? പറ എന്നാലേ. അപ്ലൈയിങ് Thales theorem ഇൻ ട്രയാങ്കിൾ ADC. വൈ? ബിക്കോസ് the given condition is LN parallel to DC. So in that condition, in that way, in that situation, we can easily apply Thales theorem. Just apply that. അപ്പോൾ Thales theorem പറയുന്ന അനുസരിച്ച് ഈ ലൈൻ കടന്നു പോകുന്ന ഈ സൈഡിനെയും ആ ലൈൻ ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അതായത് AL/LC ഷുഡ് ബി ഈക്വൽ ടു AN/ND. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്. AL/LC ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? ടെൽ മീ. AN/ND. ലെറ്റ് ഇറ്റ് ബി എ സെക്കൻഡ് ഇക്വേഷൻ. ഇത്രയും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് മനസ്സിലായെന്നാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ മുഖത്തെ ചിരി കണ്ടെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കമ്പയർ ചെയ്യാം. ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ നോക്കിയേ. ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ മനസ്സിലാക്കുക. AL/LCയും AM/MBയും ഈക്വലാണ്. AL/LCയും AN/NDയും ഈക്വലാണ്. ഈ രണ്ട് ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ? രണ്ട് ഇക്വേഷനും ലെഫ്റ്റ് സൈഡ് ഈക്വലാണ്. അതുകൊണ്ട് റൈറ്റ് സൈഡും
മസ്റ്റായിട്ടും ഈക്വൽ ആവണം. സോ ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ LHS ഈസ് ഓൾറെഡി ഈക്വൽ, സോ RHS ഓൾസോ ഷുഡ് ബി ഈക്വൽ. ദാറ്റ് മീൻസ് AM/MB ഷുഡ് ബി ഈക്വൽ ടു AN/ND. സോ ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ വാട്ട് വി ക്യാൻ റൈറ്റ്? AM/MB ഷുഡ് ബി ഈക്വൽ ടു AN/ND. ഇതല്ലേ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. ഇത് AM/AB. ചെറുതായിട്ടൊരു പ്രശ്നം പറ്റിയോ എന്നൊരു സംശയമുണ്ട്. സംശയമൊന്നുമില്ല. ഞാൻ എന്താണ് നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ചത്, AM/ABയും AN/AD ആണ് എത്തേണ്ടത്. നമുക്കിപ്പോൾ കിട്ടിയത് എന്താണെന്നറിയോ? AM/MBയും AN/ND ആണ് കിട്ടിയത്. അപ്പം ഇവിടം വരെ കിട്ടിയതിന് വെട്ടമൊന്നും വേണ്ട, ഇതിനെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, എങ്കിലേ നിങ്ങൾ ഇതിലോട്ട് എത്തുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾ നോക്കി, പ്രൂവ് ചെയ്യേണ്ട ഭാഗത്ത് ന്യൂമറേറ്റർ AM ആണ്, ഇവിടെ ന്യൂമറേറ്റർ AN ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ന്യൂമറേറ്റർ AM ആണ്, ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താണ്? AN ആണ്. അപ്പോൾ ന്യൂമറേറ്റർ മാച്ചായി. പക്ഷേ ഡിനോമിനേറ്റർ ശരിക്കും ABയും AD ആയിരുന്നു വരേണ്ടത്, ഇവിടെ MBയും ND ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ ഡിനോമിനേറ്റർ AB ആണ്, ന്യൂമറേറ്ററിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന കാര്യമില്ലല്ലോ. ഡിനോമിനേറ്റർ AB ആണ്, ഡിനോമിനേറ്റർ AD ആണ്. അതായത് ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ഒന്നിൽ ABയും ആണ് ADയും ആണ്. പക്ഷേ അതിന് പകരം നമുക്ക് കിട്ടിയത് MBയും ND ആണ്. നോക്കി, MBയും ND ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ശരിക്കും വരുന്നത് ABയും ADയും ആണ്. അപ്പോൾ ABയും ADയും കിട്ടുന്നതിന് പകരം ആ ABയിലെ ഒരു ഭാഗമായ MBയും ADയിലെ ഒരു ഭാഗമായ NDയിലുമാണ് നമ്മൾ എത്തിച്ചേർന്നത് അല്ലേ. അപ്പം നമ്മളൊരു പോർഷനാണ് അവിടെ എത്തിയിട്ടുള്ളൂ അല്ലേ, കിട്ടേണ്ടതിൻ്റെ ഒരു പോർഷനേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ കിട്ടേണ്ടതിൻ്റെ ഒരു പോർഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളതെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ട ABയും ADയും കിട്ടാൻ വേണ്ടിയിട്ട് 1 ആഡ് ചെയ്യണം രണ്ട് സൈഡിലും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 1 രണ്ട് സൈഡിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തു. ഒന്നും കൂടെ ഇത് ഇങ്ങനെ പറഞ്ഞു തരാനേ നിവർത്തിയുള്ളൂ, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലം ചെയ്യുന്നതിനനുസരിച്ച് മനസ്സിലാവും. ഒന്നും കൂടെ ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞുതരാം. നമ്മൾ എത്തിയത് AM/MBയും AN/ND. ന്യൂമറേറ്റർ നമുക്ക് കിട്ടേണ്ടത് ന്യൂമറേറ്ററുമായിട്ട് മാച്ചാണ്. ഡിനോമിനേറ്റർ MBയും NDയും ആണ് നമുക്ക് എത്തിച്ചേർന്നത്. കിട്ടേണ്ടത് ABയും AD ആണ്. അത് കിട്ടേണ്ടത് ABയും ADയും ആണ്. പക്ഷേ കിട്ടേണ്ട ABയിലും ADയിലുമുള്ള ഭാഗമായ MBയും NDയും ABയിലാണ് കിട്ടുന്നത്. പക്ഷേ അതിലെ ഒരു ഭാഗമായ MB ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ കിട്ടേണ്ടത് AD ആണ്. പക്ഷേ ആ AD കിട്ടുന്നതിന് പകരം അതിലൊരു പോർഷനായിട്ടുള്ള ND ആണ് കിട്ടിയത്. അതായത് കിട്ടേണ്ടത് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല, അതിൽ ചെറിയൊരു പോർഷനാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട ABയിലോട്ടും ADയിലോട്ടും എത്തിക്കുന്നത്, അതായത് അതിൽ ചെറിയ പോർഷനാണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് ഫുള്ളാണ് നമുക്ക് വേണ്ടത് അല്ലേ, പക്ഷേ കിട്ടിയത് പോർഷനാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കുക, ഇവിടെ ഈ കോലത്തിൽ രണ്ട് സൈഡിലും 1 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ 1 ആഡ് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളൊരു റഫായിട്ട് നിങ്ങൾ ഇപ്പം ഇതേ രൂപത്തിൽ നിൽക്കെ തന്നെ നിങ്ങൾ ഇവിടെയും ഒരു +1 ഇവിടെ ഒരു +1 ആഡ് ചെയ്ത് നോക്കിയോ, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. ഞാനത് ചെയ്ത് വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നില്ല. നിങ്ങളോട് ഞാനത് അന്ന് ഫസ്റ്റത്തെ ക്വസ്റ്റിന് പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് റെസിപ്രോക്കൽ എടുത്ത് 1 ആഡ് ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് റെസിപ്രോക്കൽ എടുക്കാതെ 1 ആഡ് ചെയ്യാത്തതെന്നൊക്കെ ഞാൻ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അന്ന് വീഡിയോ ഇതൊക്കെ ഡെപ്തിൽ കാണുന്ന കുട്ടികൾ കാണാം, അല്ലാണ്ട് എനിക്ക് എന്നൊന്നും ഇതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഞാനിതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് 1 ആഡ് ചെയ്യുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കാണ്ട് 1 ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുഴപ്പം മനസ്സിലാവും. ഞാനിതിനെ റെസിപ്രോക്കൽ എടുത്തിട്ട് ആഡ് ചെയ്യുന്നു, എങ്കിലേ കിട്ടുള്ളൂ എന്നെനിക്കറിയാവുന്നതുകൊണ്ട്. സോ ടേക്ക് ദ റെസിപ്രോക്കൽ ആൻഡ് ആഡ് 1 ഓൺ ബോത്ത് സൈഡ്. അതായത് റെസിപ്രോക്കൽ എടുക്കുക. AM/MBൻ്റെ റെസിപ്രോക്കൽ എന്താ? MB/AM. ഇനി AN/NDൻ്റെ റെസിപ്രോക്കൽ എന്താ? ND/AN. രണ്ട് ഭാഗത്തും റെസിപ്രോക്കൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ ടേക്ക് ദ റെസിപ്രോക്കൽ ആൻഡ് ആഡ് 1 ഓൺ ബോത്ത് സൈഡ്സ് എന്നല്ലേ, എന്നിട്ട് 1 ആഡ് ചെയ്യുക. രണ്ട് വശത്ത് എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യുക. ഇതിന് കിട്ടിയതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, എന്നിട്ട് 1 ആഡ് ചെയ്യുക. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഷാൽ കിട്ടുമായിരിക്കും കേട്ടോ, നോക്കട്ടെ. ഞാനും ഇതിപ്പോൾ തന്നെയാണ് ട്രൈ ചെയ്യുന്നത്, നോക്കട്ടെ. ഇത് നമ്മളോട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1നെ 1/1 എന്നൊക്കെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്നത് AM + MB/AM = ND + AN/AN ആണ് കിട്ടുക. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. ഇനി നിങ്ങൾ ഫിഗറിൽ കമ്പയർ ചെയ്ത് നിങ്ങൾ ഫിഗറിലോട്ട് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്താണ് AM + MB എന്താണെന്ന് മനസ്സിലാവും. ഫിഗറിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാവും AB ആണത് /AM ആസ് ഇറ്റ് ഈസ്. ഇനി ND + AN എന്ത് കിട്ടും? AD കിട്ടി /AN. ഇനി എന്ത് ചെയ്യുക? ഇനി ഒന്നും കൂടെ റെസിപ്രോക്കൽ എടുക്കുക. ഇതിനൊന്ന് ഇപ്പോൾ കിട്ടിയില്ലേ? അതിനൊന്ന് ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്താൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസറായി.
നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പ്രൂവ് ചെയ്യേണ്ട ഭാഗത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ നേരെ തിരിഞ്ഞിട്ടുള്ള സാധനമാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലായി. എന്താണ് റെസിപ്രോക്കൽ? ഇപ്പോൾ കിട്ടിയതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. AM/AB ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? AN/AD. ഇപ്പോൾ നോക്കിയാൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? AM/AB AN/ADയും AM/ABയും AN/ADയും ആണ് എത്തിക്കേണ്ടത്. AM/ABയും കിട്ടിയിട്ടുണ്ട്, AN/ADയും കിട്ടിയിട്ടുണ്ട്. സോ ഹെൻസ് എ പ്രൂഫ്. ടേക്ക് ദ റെസിപ്രോക്കൽ എന്നാണ് ഹെൻസ് എ പ്രൂഫ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ, നമുക്ക് ഇതിങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ എന്തുകൊണ്ടാണ് റെസിപ്രോക്കൽ എടുത്ത് 1 ആഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. റെസിപ്രോക്കൽ എടുക്കാണ്ട് 1 ആഡ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ചില കുട്ടികൾക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് 1 ആഡ് ചെയ്യുന്നതെന്ന്? അതിനുള്ള കാരണവും പറഞ്ഞു. നമുക്ക് കിട്ടിയതൊരു പോർഷനാണ്, വേണ്ടത് ഫുൾ ലെങ്ത് ആയിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ 1 ആഡ് ചെയ്യുക, റെസിപ്രോക്കൽ എടുത്ത് 1 ആഡ് ചെയ്യേണ്ടി വരും, എങ്കിലേ നമുക്ക് കിട്ടണം. ആ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക മനസ്സിൽ, അപ്പോൾ കിട്ടും. അപ്പം ഇതാണ് എൻ്റെ ആൻസർ. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് നോ? ഓക്കെ, ഞാനപ്പം വീഡിയോ നിർത്താൻ പോവാണ്. പക്ഷേ ഒരു റിസൾട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ട്, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം, ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം ആ റിസൾട്ട് പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ആ റിസൾട്ട് ഇപ്പോൾ പഠിപ്പിക്കാൻ പോവാണ്. ഒരു റിസൾട്ട് ഈ ക്വസ്റ്റ്യൻ്റെ വെളിച്ചത്തിൽ, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പം കിട്ടിയ ഒരു ചെറിയൊരു ഇൻഫർമേഷനിൽ നിന്നും ഒരു പുതിയൊരു റിസൾട്ട്, അത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം പ്രോബ്ലത്തിൽ. അപ്പം ഇത്രയും ലെങ്തി ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല ഇനി വരുന്ന പ്രോബ്ലത്തിൽ. ഓക്കെ, കാരണം ഈ പ്രോബ്ലം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ റിസൾട്ട് പഠിപ്പിച്ച് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വരെ വെയിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ആ റിസൾട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്ത അത്രയും ഒരു ലെങ്ത്ത്, കുറച്ച് ലെങ്തി ആയില്ല ഈ ക്വസ്റ്റ്യൻ. ഇനിയുള്ള പ്രോബ്ലത്തിനെങ്കിലും ഇത്രയും ലെങ്തി ഇല്ലാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഓക്കെ, പഠിപ്പിച്ചു തരണേ. സ്റ്റേ വിത്ത് മീ. റിസൾട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ റിമാർക്ക് എഴുതിക്കോളും. ശ്രദ്ധിക്കാം. ഒരു ട്രയാങ്കിളിൽ ഒരു ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ഒരു PQ എന്ന് പറയുന്ന ഒരു ലൈൻ, ഈ PQവും BCയും പാരലാണ്. പിന്നെ AP എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ A ആണെന്ന് വിചാരിക്കുക. PB എന്ന് പറയുന്നത് വേണ്ട, ഇങ്ങനെയാണ്. ഇത് മതി ഇപ്പോൾ തൽക്കാലം. ഓക്കെ, ഇതാണ് ഗിവൺ കണ്ടീഷൻ. ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, അതിൽ PQ പാരലൽ ടു BC ആണ് ഗിവൺ കണ്ടീഷൻ. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏത് തിയറമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? അതായത് ട്രയാങ്കിൾ ABC ഷോർട്ടാക്കി എഴുതിയാൽ മതി, വേർ PQ ഈസ് പാരലൽ ടു BC. ഈ കണ്ടീഷനിൽ ഏത് തിയറമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? സിൻസ് PQ is parallel to BC, we can easily apply by Thales theorem. No, we can easily apply Thales theorem. Then by Thales theorem, what we can write? We can write that, we can say that this line is parallel to BC. That implies that line will divide the remaining two sides in equal ratio. That means AP by PB should be equal to AQ by QC എന്ന് നമുക്ക് എഴുതാലോ. കാരണം ഇതും പാരലൽ ആയതുകൊണ്ടാണ് അത് എഴുതുക. AP by PB. So we can write like this by Thales theorem. AP by PB is equal to what? AQ by QC. മനസ്സിലായി. ഇനി ഈ Thales theorem എന്ന് പറയുന്നത് BP2 എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. മോസ്റ്റ് കേസിലും BPT ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്നാണ് Thales theorem അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് എഴുതി. ഇനി ഇതിൻ്റെ ജസ്റ്റ് റെസിപ്രോക്കൽ എടുക്കുക. ഇപ്പോൾ ചെയ്തത് തന്നെ PB by AP, ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത കാര്യം തന്നെയാണ്. PB by AP ഇസിക്കൽ എന്തായി? QC by AQ. റെസിപ്രോക്കൽ എടുത്തു. എന്നിട്ട് രണ്ട് വശത്തും 1 ആഡ് ചെയ്യുക. എനിക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ രണ്ട് വശത്തും റെസിപ്രോക്കൽ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. 1 ആഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യുന്നുണ്ട് പ്രശ്നമില്ല. രണ്ട് സൈഡിലും എന്ത് കാര്യങ്ങളും ഒരേപോലെ ചെയ്യാൻ നിങ്ങൾക്ക്. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ AP plus PB എന്നായില്ലേ? യെസ്, AP plus PB ഡിവൈഡ് ബൈ AP സീക്വൽ ടു ഇവിടെ എന്ത് വരും? AQ plus QC by AQ. അതെന്തുകൊണ്ട് വന്നു എന്ന് അറിയാം. 1നെ 1 by 1 ഇട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇനി AP plus PB എന്താ? AP plus PB എന്താ? AB ആണ്. സോ AB by AP is equal to similarly AQ plus QC എന്ത് വരും? AC by AQ. ഇനി ഇതിനൊന്ന് റെസിപ്രോക്കൽ എടുത്ത് രണ്ട് സൈഡിലും. ഇനി ഒന്ന് ഇപ്പോൾ ഇവിടം വരെ കിട്ടി. ഇനി ഈ റിസൾട്ടിന് രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ എന്ത് വരും? AP by AB is equal to AQ by AC. അപ്പം ഇവിടം വരെ എത്തി. ഇനി ഇതിനെ ഞാനൊരു റിസൾട്ടായിട്ട് എഴുതാൻ പോകും. ഇത്ര നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ Thales theorem അപ്ലൈ ചെയ്തു. പിന്നെ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ പോലെ നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് 1 ആഡ് ചെയ്തു. എന്നിട്ട് കിട്ടിയ റിസൾട്ടിൻ്റെ വീണ്ടും റെസിപ്രോക്കൽ എടുത്തപ്പോൾ ഇവിടം വരെ കിട്ടി. ഇനി ഈ കിട്ടിയ റിസൾട്ട് എന്താ പറയുന്നത്? AP by AB is equal to AQ by AC. AP by
എ ബി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ എ സി. ഈ റിസൾട്ട് എന്താ പറയുന്നത്? എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ എ സി അല്ലേ? അതായത് ഒരു ട്രയാങ്കിളിൽ എ ബി സി എന്നൊരു ട്രയാങ്കിളുണ്ട്. അതിൽ പി ക്യു എന്ന് പറയുന്ന ഒരു ലൈൻ ബി സിക്ക് പാരലാണെങ്കിൽ തെയിൽസ് തിയറം അല്ലെങ്കിൽ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അനുസരിച്ച് എ പി ബൈ പി ബി ഷുഡ് ബി ഈക്വൽ ടു എ ക്യൂ ബൈ ക്യൂ സി ആയിരിക്കണം. കാരണം പി ക്യൂയും ബി സിയും പാരലായതുകൊണ്ട് ആ ലൈൻ രണ്ട് സൈഡിന് ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും ബൈ തെയിൽസ് തിയറം. എ പി ബൈ പി ബി ഈക്വൽ എ ക്യൂ ബൈ ക്യൂ സി. ഇനി ആ തെയിൽസ് തിയറത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ പഠിച്ച തിയറം. അതായത് തെയിൽസ് തിയറം അനുസരിച്ച് എ പി ബൈ പി ബി ഈക്വൽ എ ക്യൂ ബൈ ക്യൂ സി എന്ന് എഴുതാമെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായി ഇനി നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? പി ക്യൂവും ബി സിയും പാരലാണെങ്കിൽ ഇത് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക കേട്ടോ. റിമാർക്ക് അത്ര എഴുതിയതിന് ശേഷം റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരച്ചിട്ട് എഴുതുക. ഈ പി ക്യൂ ഈസ് പാരലൽ ടു ബി സി. ഓഫ് കോഴ്സ് പി ക്യൂ ബി സിക്ക് പാരലായതുകൊണ്ട് തെയിൽസ് തിയറമായ എ പി ബൈ പി ബി ഷുഡ് ബി ഈക്വൽ ടു എ ക്യൂ ബൈ ക്യൂ സി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് ഞാനത് എഴുതുന്നു. അപ്പോൾ പി ക്യൂവും ബി സിയും പാരലായതുകൊണ്ട് തെയിൽസ് തിയറം ആദ്യം ഞാൻ എഴുതുന്നു. എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ ക്യൂ സി ആയിരിക്കും. കാരണം ഇത് രണ്ട് പാരലായതുകൊണ്ട് തെയിൽസ് തിയറം. ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അതേപോലെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരു റിസൾട്ടാണ് ഇപ്പം നമ്മൾ റിമാർക്കിൽ അവസാനം എത്തിയ റിസൾട്ട്. എന്തായിരുന്നു? എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ എ സി. അതല്ലേ ഇപ്പം നമ്മൾ റിമാർക്കിൽ എത്തിയത്. അതായത് ഈ രണ്ട് റിസൾട്ടും എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ എ സി. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, പി ക്യൂ ബി സിക്ക് പാരലാണെങ്കിൽ എ പി ബൈ പി ബി എ ക്യൂ ബൈ ക്യൂ സി ഓഫ് കോഴ്സ് സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മറ്റൊരു റിസൾട്ടാണ് എപ്പം പി ക്യൂ ബി സിക്ക് പാരലാണെങ്കിൽ അപ്പം സാറ്റിസ്ഫൈ ചെയ്യുന്ന മറ്റൊരു റിസൾട്ടാണ് എ പി ബൈ എ ബി ഷുഡ് ബി ഈക്വൽ ടു എ ക്യൂ ബൈ എ സി. സെക്കൻഡ് റിസൾട്ട് എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ എ സി. ഇപ്പം ഈ സെക്കൻഡ് റിസൾട്ടും സാറ്റിസ്ഫൈ ചെയ്യും. ഇങ്ങനെയൊരു ഗിവൺ കണ്ടീഷൻ ഇതും പാരലാണെങ്കിൽ ഈ രണ്ട് റിസൾട്ടും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോബ്ലത്തിൽ ഫസ്റ്റ് റിസൾട്ട് ഉപയോഗിക്കാം. സെക്കൻഡ് റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോബ്ലത്തിൽ സെക്കൻഡ് റിസൾട്ട് ഉപയോഗിക്കാം. ഈ സെക്കൻഡ് റിസൾട്ട് ഉപയോഗിച്ച് ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം നേരത്തെ ചെയ്തതിൻ്റെ അത്രയും ലെങ്ത് ഇല്ലാതെ ചെയ്യാനും പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു റഫ് പേപ്പറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ സെക്കൻഡ് റിസൾട്ട് ഉപയോഗിച്ച്. അതായത് നിങ്ങൾ എഴുതണമെന്നില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലം ഓൺവേഡ്സ് നമുക്ക് ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ പഠിച്ച പുതിയ റിസൾട്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇതിന് പ്രോബ്ലം ഒന്നും കൂടെ ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും കഴിഞ്ഞ പ്രോബ്ലം കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇപ്പോൾ പഠിച്ച റിസൾട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും പാരലായതുകൊണ്ട് തെയിൽസ് തിയറം ആയ എ എം ബൈ എം ബി ഈസ് ഈക്വൽ ടു എ എൽ ബൈ എൽ സി സാറ്റിസ്ഫൈ ചെയ്യുന്നതോടൊപ്പം ഇപ്പോൾ പഠിച്ച റിസൾട്ടായ എന്താണ് ഒന്ന് പറഞ്ഞുതരുമോ? എ എം ബൈ ഇപ്പോൾ പറഞ്ഞ റിസൾട്ട് ഇതും പാരലാണെങ്കിൽ ഇപ്പോൾ പഠിച്ച ന്യൂ റിസൾട്ടും അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ എ എം ബൈ എ ബി. മനസ്സിലായോ? എ എം ബൈ എ ബി ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? എ എൽ ബൈ എ സി. എ എൽ ബൈ എ സി സാറ്റിസ്ഫൈ ചെയ്യും ആ ട്രയാങ്കിളിൽ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ട്രയാങ്കിളിൽ ഇതും പാരലായതുകൊണ്ട് ഇപ്പോൾ പഠിച്ച പുതിയ റിസൾട്ട് ഏതാ? എ എൽ ബൈ എ സി അല്ലേ? എ എൽ ബൈ എ സി ഈസ് ഈക്വൽ ടു എ എൻ ബൈ എ ഡി എന്ന റിസൾട്ടും സാറ്റിസ്ഫൈ ചെയ്യും. എ എൻ ബൈ എ ഡി. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇതൊരു എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണ് അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് എ ഈസ് ഈക്വൽ ടു ബി, ഇനി ബി ഈസ് ഈക്വൽ ടു സി ആണെങ്കിൽ എയും സിയും ഈക്വൽ. എ ബിനോട് ഈക്വലാണ്, ബി സിനോട് ഈക്വൽ ആണെങ്കിൽ എയും സിയും ഈക്വൽ ആവണം. അതായത് ഇതാ എ എം ബൈ എ ബി എ എൽ ബൈ എ സിനോട് ഈക്വലാണ്. ആ എ എൽ ബൈ എ സി എ എൻ ബൈ എ ഡിനോട് ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഡയറക്റ്റ് നമുക്ക് എന്തെന്ന് എഴുതാം? എ എം ബൈ എ ബി ഈസ് ഈക്വൽ ടു വാട്ട്? എ എൻ ബൈ എ ഡി എന്ന് എഴുതാം. അത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കി ഇതാ എ എം ബൈ എ ബി ഈസ് ഈക്വൽ ടു എ എൻ ബൈ എ ഡി. എ എം ബൈ എ ബി ഈസ് ഈക്വൽ ടു എ എൻ ബൈ എ ഡി എത്ര പെട്ടെന്ന് കിട്ടും ഇപ്പോൾ പുതിയ റിസൾട്ട് ഉപയോഗിച്ച്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് മാറ്റി എഴുതുകയെന്നല്ല, അതവിടെ കിടന്നോട്ടെ ഇപ്പോൾ എഴുതിയത്. ഇനി എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ഒരു സെക്കൻഡ് വേ ഓഫ് സോൾവിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾ എഴുതാം. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കുറച്ച് കുട്ടികളുടെ നോട്ട്ബുക്കിലെങ്കിലും ഈ ഒരു മെത്തേഡും കൂടെ പ്രതീക്ഷിക്കുന്നു. അത് എഴുതി വിടുക. നോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ മാക്സിമം എല്ലാ കുട്ടികളും കൂടെ തന്നെ എഴുതുക. നിർബന്ധിക്കില്ല ഞാൻ, കാരണം അടുത്ത ക്വസ്റ്റ്യൻ ഓൺവേഡ്സ് നമുക്ക് എന്തായാലും ഈ മെത്തേഡും കൂടെ അപ്ലൈ ചെയ്യാം. ഇത് വളരെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ നോ. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. സോ നമ്മൾ 3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. 3 ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കുഴപ്പമില്ല, നമ്മുടെ ഡിസ്കഷൻ അങ്ങനെ പോകുന്നു. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ട്രയാങ്കിൾ ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ച് തരുമ്പോഴേക്കും നിങ്ങൾ അത്രയും തറമായിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും സ്ലോയിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. കാരണം നിങ്ങൾ നന്നായി അടിത്തറ ഉറപ്പിച്ച് കയറി വരട്ടെ. അപ്പോൾ നമുക്കൊരു സെപ്പറേറ്റ് റിവിഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഈ ചാപ്റ്ററിന്. ഞാനൊരു ചാപ്റ്റർ നിങ്ങൾക്ക് സെപ്പറേറ്റ് റീവൈസ് ഒന്നും ചെയ്തു തരില്ല നിങ്ങൾ ചോദിക്കാത്ത പക്ഷം.
മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു തരും. ഓഫ് കോഴ്സ് പേഴ്സണലായിട്ട് ചിലപ്പോൾ ആ കുട്ടിക്ക് ചെയ്തു തരും. അല്ലാണ്ട് ഒരു മാസ് റിവിഷനൊന്നും നിങ്ങൾ ചാപ്റ്റർ വൈസ് അതിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാരണം, നമ്മൾ ഒരു കുട്ടിക്ക് അത്രയും അടിത്തറ ഉണ്ടാകുന്ന രീതിയിലാണ് പഠിപ്പിച്ച് വെച്ചേക്കുന്നത്. ഇനി ആ സെയിം സാധനങ്ങളോ ഒന്നും കൂടെ പഠിപ്പിക്കുന്നത് നടക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് സ്ലോ ആൻഡ് സ്റ്റഡി എന്ന രീതിയിലോട്ട് നമ്മൾ പോകുന്നത്. ഇത്രയും സ്ലോ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു സെപ്പറേറ്റ് റിവിഷൻ തരില്ല. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസ് അത്ര ആഴത്തിൽ തന്നെ പഠിക്കാം. സോ സ്റ്റേ സേഫ്. ഞാൻ പ്രാക്ടീസ് വെൽ എന്ന് പറയുന്നില്ല, എനിക്കറിയാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. സ്റ്റേ സേഫ്. ബൈ.